Xylem Learning അവതരിപ്പിക്കുന്ന The Biggest Mock Exam Series The Great Indian Battleന്റെ ഓഫ്ലൈൻ എക്സാം സീരീസുകൾ ഈ 19-ാം തീയതി ആരംഭിക്കുകയാണ്. സോ ഈ വരുന്ന 19-ാം തീയതി കൃത്യം നീറ്റ് എക്സാം പാറ്റേണിൽ 2 മണി മുതൽ 5:20 വരെ ആയിരിക്കും എക്സാം. ഓഫ്ലൈൻ സെന്ററുകളെല്ലാം നിങ്ങൾക്ക് ഇന്റിമേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആസ് എ ഗ്രൂപ്പ് എ ഫാമിലി ഓഫ് Xylem is welcoming you all to write the offline exam in the respective centers. നിങ്ങൾ ഒരു കൃത്യമായ ഒരു നീറ്റ് എക്സാമിന് അപ്പിയർ ചെയ്യുന്ന അതേ സീരിയസ്നെസ്സിൽ തന്നെ വേണം ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എക്സാം സീരീസുകൾ അറ്റൻഡ് ചെയ്യാൻ. നീറ്റ് എക്സാം ഈ ജൂലൈ 17-നുള്ള നീറ്റ് എക്സാം അപ്പിയർ ചെയ്യുമ്പോൾ നമ്മുടെ ഓഫ്ലൈൻ സീരീസ് അറ്റൻഡ് ചെയ്ത ആ ഒരു പരിചയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവിടെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ഓഫ്ലൈൻ എക്സാം സീരീസിന് നിങ്ങൾ അപ്പിയർ ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും നിങ്ങൾ കരുതേണ്ടതുമായ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് അറിയിക്കാനാണ് ഈ ഒരു വീഡിയോ. ഇപ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് എക്സാം എഴുതാൻ തയ്യാറായിരിക്കുകയാണ്. സോ ഇവരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും ഒരു അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെയിൽ ഐഡിയിലേക്ക് ഒരു അഡ്മിറ്റ് കാർഡ്, നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ട അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് ചെക്ക് യുവർ ഇമെയിൽ ഐ ഡി ആൻഡ് ടേക്ക് എ പ്രിന്റ് ഔട്ട് ഓഫ് ദാറ്റ് അഡ്മിറ്റ് കാർഡ്. ഇനി കിട്ടാത്തവർ വിഷമിക്കേണ്ട, നാളെ കൃത്യം ഉച്ചയ്ക്ക് മുമ്പായി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വേഗം അഡ്മിറ്റ് കാർഡ് മെയിലിൽ വന്നിട്ടൊന്ന് ചെക്ക് ചെയ്യുക, അത് പ്രിന്റ് ഔട്ട് എടുക്കുക. ആ പ്രിന്റ് ഔട്ടിന്റെ കൂടെ കയ്യിലൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും ഉണ്ടായിരിക്കണം. അത് രണ്ടുമായി നിങ്ങൾ എന്ത് ചെയ്യണം, സെന്ററിലേക്ക് എത്തിച്ചേരണം. അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഡ്രസ് കോഡ് തന്നെയാണ്. നിങ്ങളൊരു നീറ്റ് എക്സാം എഴുതാൻ പോകുമ്പോൾ എഴുതിയിട്ടുള്ളവർക്കറിയാം, എഴുതാൻ പോകുന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ അപ്പിയറൻസ് എങ്ങനെയായിരിക്കണം. നിങ്ങൾ നീറ്റ് എക്സാമിന് അപ്പിയർ ചെയ്യേണ്ടത്, അവിടെ പോയി എക്സാം ഹാളിൽ എന്തൊക്കെ നിബന്ധനകളാണുള്ളത് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഒരു നീറ്റ് എക്സാം അപ്പിയർ ചെയ്യാമെന്നൊരു കാൻഡിഡേറ്റിനെ ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ ഒരു ഓഫ്ലൈൻ എക്സാം എഴുതുമ്പോൾ നമ്മൾ അതിൻ്റെതായ നിയമങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രസ് കോഡിൽ നമ്മൾ നീറ്റിന് എങ്ങനെയാണോ നിങ്ങൾ അപ്പിയർ ചെയ്യുന്നത് അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓഫ്ലൈൻ എക്സാം ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ഓഫ്ലൈൻ എക്സാം എഴുതാൻ വരുമ്പോഴും ശ്രദ്ധിക്കണം. സോ ഡ്രസ് കോഡിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഗേൾസ് ഫോളോ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് പറയാം. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മാക്സിമം ലൂസ് ആയിട്ടുള്ള അതേപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള ഷർട്ടുകളും കൂടെ ജീൻസ് അല്ലാണ്ട് പാൻസും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓൾസോ കുർത്തായും നിങ്ങൾക്ക് എന്താണ് പെർമിസിബിൾ ആണ്, കുർത്തായ്സും യൂസ് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മെറ്റൽ വരുന്ന, അതായത് ഇപ്പോൾ ബെൽറ്റുകളാണെങ്കിലോ വലിയ വലിയ ബട്ടൺസുകളുള്ളത് പോക്കറ്റുകളുള്ള ഡ്രസ്സുകൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. മെയിൻലി ലൈറ്റ് ആയിട്ടുള്ള പ്ലെയിൻ കളറിലുള്ള ലൂസ് ആയിട്ടുള്ള ഷർട്ട്സ്, കുർത്താസ് അതേപോലെ തന്നെ പാൻസ് വേണം എന്ത് ചെയ്യാൻ, യൂസ് ചെയ്യാൻ. സോ ഇനി ഓർണമെന്റ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എക്സാം എഴുതുന്നതിന് മുമ്പ് ജസ്റ്റ് പേരൻസിനെ ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്യാം, എക്സാം ഹാളിൽ കയറാം. മാക്സിമം മെറ്റൽ വരുന്ന സബ്ജക്റ്റുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ ശ്രമിക്കണം. ഓക്കെ. കൂടാതെ ബോയ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. ദാറ്റ് ഈസ് പ്ലെയിൻ ആയിട്ടുള്ള ലൈറ്റ് കളർ എപ്പോഴും ശ്രദ്ധിക്കണം. ഹാഫ് സ്ലീവ്സ് ഉള്ള ഡ്രസ്സുകൾ വേണം യൂസ് ചെയ്യാൻ. ഫുൾ സ്ലീവ്സ് ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഉപയോഗിക്കരുത്. ഹാഫ് സ്ലീവ്സ് ഡ്രസ്സ് വേണം യൂസ് ചെയ്യാൻ. ഷർട്ട്സോ അല്ലെങ്കിൽ ടീഷർട്ട്സോ ബോയ്സിന് യൂസ് ചെയ്യാം. കൂടെ പാൻസ് വേണം, ലൂസ് പാൻസ് വേണം യൂസ് ചെയ്യാൻ. ജീൻസ് യൂസ് ചെയ്യുന്നത് പെർമിസിബിൾ അല്ല. കൂടാതെ ബെൽറ്റ് അതുപോലുള്ള കാര്യങ്ങളും നമ്മൾ അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ എങ്ങനെയാണ് ഒരു നീറ്റ് എക്സാം എഴുതുന്നത് അതേ സീരിയസ്നെസ്സിൽ വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ഓഫ്ലൈൻ എക്സാം സീരീസും എഴുതാൻ. സോ ആ കാര്യങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, ശ്രദ്ധയിൽ ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ സൈലത്തിന്റെ ഒരു ടീം തന്നെ നിങ്ങളുടെ റെസ്പെക്റ്റീവ് സെന്ററുകളിൽ ഉണ്ടാവും. സൈലം ഹെൽപ്പ് ഡെസ്ക് നിങ്ങളെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഹെൽപ്പ് തരും. കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരും നിങ്ങളുടെ സെന്റേഴ്സിൽ ഉണ്ടായിരിക്കും. സോ സീ യു ഓൾ ദെയർ. അടിപൊളിയായി എക്സാം എഴുതുക. നീറ്റിന് മുന്നോടിയായി വരുന്ന എക്സാം ആണ്, അതുകൊണ്ട് തന്നെ ആ സീരിയസ്നെസ്സിൽ തന്നെ എക്സാമിനെ കാണുക. ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. ഫസ്റ്റ് എക്സാം ആണ്, അതുകൊണ്ട് തന്നെ സീരിയസ് ആയി തന്നെ പഠിച്ചെഴുതുക. സോ സീ യു ഓൾ ദെയർ. ബൈ.